ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശിനി അതുല്യയുടെ മൃതദേഹം ഇന്ന് രാത്രി നാട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ പുലർച്ചെ 4 മണിക്ക് മൃതദേഹം തിരുവനന്തപുരത്തെത്തും. ഈ മാസം 19 പുലർച്ചെയാണ് അതുല്യയെ ഷാർജ റോളയിലെ ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ ശേഖറിന്റെ മൃതദേഹം ഇന്ന് രാത്രി UAE സമയം 10:20 എയർ അറേബ്യ വിമാനത്തിലാണ് നാട്ടിലേക്ക് കൊണ്ടുപോവുക. നാളെ പുലർച്ചെ 4 മണിക്ക് മൃതദേഹം തിരുവനന്തപുരത്തെത്തും. ഷാർജ ഫോറൻസിക് എംബാമിംഗ് കേന്ദ്രത്തിൽ മൃതദേഹത്തിന്റെ എംബാമിംഗ് നടന്നു. അതുല്യയുടെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്നലെ പോലീസ് ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. ആത്മഹത്യ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുല്യയുടെ ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി സഹോദരി അഖില ഷാർജ പോലീസിന് പരാതി നൽകിയിരുന്നു. മരിക്കുന്നതിന് മുൻപ് അതുല്യ അടുത്ത് താമസിക്കുന്ന അഖിലയ്ക്ക് സതീഷിൽ നിന്നേറ്റ ശാരീരിക പീഡനത്തിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു. അതേസമയം അതുല്യെ താൻ ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്ന് സതീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. വർഷങ്ങളായി UAEയിലുള്ള സതീഷ് 1.5 വർഷം മുൻപാണ് അതുല്യെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവരുടെ ഏകമകൾ ആരാധിക അതുല്യയുടെ മാതാപിതാക്കൾക്കൊപ്പം നാട്ടിലാണ്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായിരുന്ന സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. ജനം, ദുബായ്.